ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്തായിരിക്കും? അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് നമുക്ക് ഫേസിലെ റിങ്കിൾസ് കുറയാനുള്ള അടിപൊളി ഒരു യോഗയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ ഏതൊരു കാര്യവും തുടർച്ചയായി ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടൂ. അപ്പോൾ 40 വയസ്സൊക്കെ ആകാറാകുമ്പോൾ തൊട്ട് നമ്മൾ ഈ ഒരു ഫേസ് യോഗ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നമുക്കൊരു 50 വയസ്സാകുമ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ റിങ്കിൾസൊക്കെ കുറഞ്ഞിട്ട് നല്ല രീതിയിൽ നിൽക്കും. ഞാനൊക്കെ ഇപ്പോൾ ഡെയിലി ചെയ്യുന്നുണ്ട്. നേരത്തെ കാട്ടി കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ കവിളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നീണ്ട മുഖമുള്ളവരുടെ ഫേസ് പെട്ടെന്ന് സാഗിയാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെയൊക്കെ ഫേസ് നീണ്ട മുഖമാണ്. അപ്പം ഞാനിത് ഡെയിലി ചെയ്യുന്നത് കൊണ്ടാണ്. ഡെയിലി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യും, ഫേസ് യോഗയും ചെയ്യും. ഞാനിപ്പോൾ 3 ദിവസം കൊണ്ടാണ് ഫേസ് മസാജ് ചെയ്യുന്നത്. ഫേസ് യോഗ ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടും മുഖമൊക്കെ നല്ല യങ്ങായിട്ടിരിക്കാനായിട്ടും ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, അടിപൊളി റിസൾട്ടാണ്. എനിക്ക് 50 വയസ്സുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പിടിച്ചു നിൽക്കുന്നത്. അപ്പം നല്ല റിസൾട്ടാണ്. നമ്മൾ ഓരോ കാര്യവും നമ്മൾ അതിൻ്റെ ചെയ്തു പോവുകയാണ്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമുക്കൊരു 10-75 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ചുളിവുകളൊക്കെ വന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല, വരട്ടെ. എന്തായാലും ചുളിവുകൾ വരും പ്രായമാകുമ്പോൾ. അത് പ്രകൃതി നിയമമാണ്. ചുളിവുകൾ വരും നമുക്ക് പ്രായമാകുമ്പോൾ. അന്നേരം വന്നോട്ടെ. നമുക്ക് ആരോഗ്യമുള്ള സമയം വരെ അതുപോലെ നമ്മുടെ മുഖവും കൈകാലുകളും ഒക്കെ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് പോവുക. അപ്പോൾ നമുക്കൊരു ഏജ് വരുമ്പോഴത്തേനും നമുക്കതിനെ ആ ഒരു തടഞ്ഞു നിർത്താൻ പറ്റും. ഒരുപാട് ചുളിവുകളൊന്നും വരാതെ. പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട്, 10-80 വയസ്സായ അമ്മമാരൊക്കെ ഉണ്ട്. അവരുടെ മുഖത്തൊക്കെ എന്തൊരു ശോഭയല്ലേ. പിന്നെ അധികം റിങ്കിൾസ് ഒന്നും നമുക്ക് തോന്നിക്കത്തില്ല, അത് സുന്ദരിയായിട്ടിരിക്കും. പിന്നെ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യും. എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഈ പഴയ കാലത്തുള്ള അമ്മമാരെ എനിക്ക് കുറേ പേരെ അറിയാം. അവരോടൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്നാണെന്നറിയാം, ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വെളിച്ചെണ്ണ നല്ലപോലെ മുഖത്ത് പുരട്ടും. അവർക്കൊന്നും പ്രശ്നമില്ല അന്നേരം തേച്ച് തുടങ്ങിയുകൊണ്ട്. നമ്മളൊക്കെ പെട്ടെന്ന് ഓടിച്ചെന്ന് വെളിച്ചെണ്ണ തേക്കുമ്പോഴാണ് നമുക്ക് കുരുക്കളൊക്കെ വരുന്നത്. നേരത്തെ തൊട്ട് തേച്ചവർക്കൊന്നും അത് പ്രശ്നമല്ല. അപ്പോൾ അവരൊക്കെ ഓയിലുകളും വീട്ടിൽ കാച്ചി ഉപയോഗിക്കുന്ന എണ്ണകളും വീട്ടിൽ മുറുക്കുന്ന ഓയിലുകളും ഒക്കെയാണ് മുഖത്തും കാലിലും ഒക്കെ തേക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നത്. അവർ 80 വയസ്സാലും എന്താണ്, അവർക്കൊക്കെ നല്ല യങ്ങായിട്ടും നല്ല ഒരു ഗ്ലോ അവരുടെ ഫേസിലൊക്കെ. നമുക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും വല്യമ്മച്ചിമാരെയൊക്കെ കണ്ട് അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെയൊക്കെ അവരുടെയൊക്കെ ഈ സൗന്ദര്യത്തിൻ്റെ പുറകിലും ഓരോ രഹസ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളും കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങളോട് നമ്മളും ഇതുപോലെ ഓരോ പൊടിക്കൈകളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ എന്താണ്, നമുക്കും നല്ല രീതിയിൽ നമ്മുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. എല്ലാം നല്ല രീതിയിൽ എനിക്ക് ഫേസിൽ ഗ്ലോ വരുന്നുണ്ട് ആ ഓയിൽ തേച്ചപ്പം. ആ ഓയിൽ തേച്ചിട്ട് ഞാൻ പറയുന്ന രീതിയിൽ മസാജ് ചെയ്യുക. ഇതും അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്ന ഓയിലാണ്. ആദ്യം വേണമെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഓയിലും സെക്കൻഡ് ഓയിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും. അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഓയിലായിട്ടും വാങ്ങിക്കാം. ഇത് നല്ലൊരു എന്താ പറയുക, മുന്തിരി കളറാണ് ഈ ഓയിലിന്. മറ്റേ കരിവാളിപ്പും റിങ്കിൾസൊക്കെ കുറയാനായിട്ടും കണ്ണിനടിയിലെ കറുപ്പ് കുറയാനായിട്ടും എല്ലാം നല്ലതാണ്. കഴുത്തിന് ചുറ്റിലുള്ള കറുപ്പ് കുറയാനായിട്ട്. അപ്പോൾ കഴുത്തിന് ചുറ്റിലുള്ള കറുപ്പ് കുറയാൻ നമുക്ക് ഇത് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കടലമാവോ നമ്മുടെ എന്താ പറയുക ചെറുപയർ പൊടിയോ ഇട്ടിട്ട് നമുക്ക് കഴുകിയാൽ മതി. നല്ല റിസൾട്ടാണ്. കഷത്തിലെ കറുപ്പ് പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാൽപാദത്തിലും ശരീരം മൊത്തം നമുക്ക് തേക്കാം. എത്ര ലിറ്റർ വെള്ളം നമുക്ക് ഓർഡർ ചെയ്തതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഓർഡർ ചെയ്തതനുസരിച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ. എന്തായാലും നല്ല റിസൾട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ഗ്ലോ വരാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് നമ്മുടെ ഈ ഒരു ഓയിൽ കേട്ടോ. നല്ല ഒരു പിന്നെ മുഖത്ത് നല്ല കളറും വരും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് റിങ്കിൾസൊക്കെ നന്നായിട്ട് കുറയാനും സഹായിക്കുന്ന അടിപൊളി ഒരു നല്ല കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ കളർ. അപ്പോൾ അടിപൊളി ഒരു ഓയിലാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ എന്താ പറയുക, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. അപ്പം വേഗം വായോ, നമുക്ക് ആ ഒരു റിങ്കിൾസ് നന്നായിട്ട് കുറയാനായിട്ട് മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനായിട്ടുള്ള ഒരു ഫേസ് യോഗ ചെയ്യുന്ന എങ്ങനെ നോക്കിയാലോ. ഓടി വായോ. ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചീക്കില്ലേ, ഇവിടെ നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത്, അതായത് ഇങ്ങനെ ചെയ്ത് പിടിക്കുമ്പം നമ്മുടെ ആ ലിപ്പിൻ്റെ അവിടുത്തെ ചുളിവുകളും ഫേസിൻ്റെ ചുളിവുകളും എല്ലാം മാറിക്കിട്ടാനായിട്ടുള്ള ഒരു യോഗയാണ് കാണിക്കുന്നത്. അപ്പം നമ്മളിതൊന്ന് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ആ ഊ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇതൊരു 10-15 പ്രാവശ്യം ചെയ്യാം.
ഇത് നമുക്കൊരു 15 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ഇവിടുത്തെ റിങ്കിൾസ് കുറയും, നമ്മുടെ ആ ഒരു കവിളിലെ റിങ്കിൾസ് കുറയും. കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്താണ് റിങ്കിൾസ് കൂടുതൽ വരുന്നത്, സാഗിങ്ങും ഒക്കെ വരുന്നത്. അത് വരാതിരിക്കാനായിട്ടുള്ള ഒരു ഫേസ് യോഗയാണ് കാണിച്ചത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ളവിരൽ കൊണ്ട് നമ്മുടെ ഈ ഒരു ചീക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, ഇങ്ങനെ. അപ്പം തന്നെ നമ്മുടെ ആ ഒരു റിങ്കിൾസ്, അതായത് ആ ചുണ്ടിൻ്റെ അവിടുത്തേക്കുള്ള റിങ്കിൾസ് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് യോഗയാണ്. നമ്മുടെ ഇന്ന് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെയല്ലേ ഇപ്പോൾ ഇരുന്നത്, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ നമ്മളൊരു 10-15 പ്രാവശ്യം ചെയ്യാം. ഈ ഒരു സൈഡ് ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, ഒന്ന് വലിച്ചു പിടിക്കുക. മുപ്പത് സെക്കൻഡ്, ഞാൻ കയ്യിൽ 30 സെക്കൻഡ് ഉണ്ടെന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈ സൈഡ് വലിച്ചു പിടിക്കുക. എന്നിട്ടൊന്ന് ശ്വാസം മേളിലോട്ട് എടുക്കുക. ഒന്ന് റിലാക്സ് ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് നമ്മുടെ കൈ രണ്ടും ചുരുട്ടി നമ്മുടെ ഈ ഒരു ഇവിടെ ഒന്ന് താഴോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് മേലോട്ട് കഴുത്ത് വെക്കുക. ഇങ്ങനെ നമ്മളൊരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ കൈ ചുരുട്ടി പിടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ചീക്കിൻ്റെ അവിടെ നമ്മുടെ ആ ഒരു ചുരുട്ടി പിടിച്ച കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് വെക്കുക. അതിനുശേഷം വാ വിളിക്കുക. ഇങ്ങനെ നമ്മൾ 10-15 പ്രാവശ്യം ചെയ്യുന്നതും നമ്മുടെ ഈ ഒരു കവിളൊക്കെ നന്നായിട്ട്, ഈ ചീക്കൊക്കെ നല്ലതായിട്ട് നല്ല ഗ്ലോ കിട്ടാനായിട്ടും റിങ്കിൾസൊക്കെ മാറി നല്ല ഷേപ്പിലാകാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മസിൽസൊക്കെ നല്ല സ്ട്രെച്ചായിട്ട് നല്ലതായിട്ട് നമുക്ക് ഫേസ് നല്ല ടൈറ്റായിരിക്കാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും. നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വലിച്ചു പിടിക്കുക. ഒത്തിരി അങ്ങ് വലിക്കേണ്ട, സോഫ്റ്റായിട്ട് വലിച്ചു പിടിക്കുക. മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുക. അടുത്തത് നോക്കിക്കോളൂ. നമ്മൾ ഈ കൈ കൊണ്ട് നമ്മുടെ ചിന്നിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് വെക്കുക. ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക. ഇതൊരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക.
30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ ഡെയിലി ചെയ്തു പോകണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച ഫേസ് യോഗയും എല്ലാം കൂടെ നിങ്ങൾക്ക് മിക്സായിട്ട് ചെയ്യാം. ഫേസ് യോഗകൾ ഒരുപാടുണ്ട്, ഫേസ് മസാജുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനാകും നിങ്ങൾക്ക് ഏതാ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാം ചെയ്യാം, മാറി മാറി ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിക്കുന്ന നമുക്ക് എല്ലാം ഒരു ദിവസം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം പിറ്റേ ദിവസം നമുക്ക് ഞാൻ കാണിക്കുന്ന വേറൊന്നും ചെയ്യാം. അങ്ങനെ മാറി മാറി ചെയ്യാം. ഫേസ് മസാജും അതുപോലാണ്. ഞാൻ കാണിക്കുന്ന മസാജുകൾ മാറി മാറി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ്. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ മുഖത്തൊക്കെ ചുളികൾ വരാതിരിക്കാനായിട്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നേരത്തെ മുൻകരുതൽ എന്നാണ് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ മുഖം നല്ല യങ്ങായിട്ട് നല്ല ഒരു പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ലാതെ നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ, ഞാൻ കാണിക്കുന്ന നാച്ചുറൽ സാധനങ്ങളൊക്കെ ഫേസിലിട്ട് പോവുക. അങ്ങനെ ഓരോ കാര്യങ്ങളും മാറിയും മറിച്ചും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്തിന് നല്ല റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിനാണെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം കൊടുക്കണം. അപ്പോൾ കഴുത്തിൻ്റെ ഒരു വ്യായാമമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, മസാജുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് യോഗയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് നല്ലവണ്ണം കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. നമുക്ക് സമയം കിട്ടുന്ന എപ്പോഴാണോ TV കാണുന്ന സമയത്തും നമുക്ക് എന്തായാലും കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, കിട്ടാതിരിക്കത്തില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നവർ ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ ചിലവർ പറയും ഞങ്ങൾക്ക് എവിടെ സമയം ഇതിനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ട് വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമയം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം ചെയ്തു പോവുക. അപ്പം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെയും മടിക്കാതെയും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.